ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരിട്ട് കാണും. വെള്ളയമ്പലത്തെ ബിഷപ്പ് ഹൌസിലാണ് കൂടിക്കാഴ്ച. മന്ത്രിസഭയിൽ ലത്തീൻ സഭയ്ക്ക് പ്രാതിനിധ്യം ഇല്ലാത്തതിനാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും സഭ വിട്ടുനിന്നിരുന്നു. വലിയ പ്രതിഷേധം ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നേരത്തെ എം വിൻസെന്റിനെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയേക്കുമെന്നുള്ള ചർച്ചകളുണ്ടായിരുന്നു, സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അവസാന ലിസ്റ്റ് വന്നപ്പോഴേക്കും, മന്ത്രിസഭ രൂപീകരണം പൂർത്തിയായപ്പോഴേക്കും ലത്തീൻ സഭയുടെ ഭാഗമായി നിൽക്കുന്ന ആരും MLA മാരായുള്ള ആരും ആ മന്ത്രിസഭയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് സഭാ നേതൃത്വം, സഭയിൽ ഉൾപ്പെട്ട ആളുകൾ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതേ അവസരത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ചെന്ന് കാണും. ബിഷപ്പ് ഹൗസിലെത്തും. വെള്ളയമ്പലത്തെ ബിഷപ്പ് ഹൗസിലെത്തി ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയെ മുഖ്യമന്ത്രി കാണും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നത്. അക്ഷയ കൃഷ്ണാനന്ദ് ചേരുകയാണ് വിവരങ്ങളുമായി. അക്ഷയ, മുഖ്യമന്ത്രി ഇപ്പോൾ വെള്ളയമ്പലത്തെ ബിഷപ്പ് ഹൗസിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടോ? അവിടെ എത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴാണ് സമയം അദ്ദേഹത്തെ കാണുന്നത്? ഇല്ല, ഉടനെ ഇപ്പോഴാണ്, അല്പസമയത്തിന് മുൻപാണ് അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് തോമസ് ജെ നെറ്റോന്റെ ബിഷപ്പ് ഹൗസിലേക്ക് തിരിച്ചത്. അല്പസമയത്തിനകം തന്നെ വെള്ളയമ്പലത്ത് എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലത്തീൻ സഭയ്ക്ക് പ്രാതിനിധ്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് അവർ വിട്ടുനിന്നിരുന്നു. അതുപോലെ തന്നെ അവർ അവരുടെ അതൃപ്തിയും രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എം വിൻസെന്റിനെ മന്ത്രിയായി പരിഗണിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ തോമസ് ജെ നെറ്റോയെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി വെള്ളയമ്പലത്തെ ബിഷപ്പ് ഹൗസിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് കന്റോൺമെന്റ് ഹൗസിലായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമെല്ലാം അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിനെല്ലാം ശേഷം, വാർത്താ സമ്മേളനത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ കന്റോൺമെന്റ് ഹൗസിലേക്കായിരുന്നു എത്തിയിരുന്നത്. അതിനുശേഷം അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ആദ്യം 4 മണിക്കാണ് സന്ദർശനം എന്നുള്ളതാണ് ആദ്യം അറിയിച്ചിരുന്നത്. പിന്നീട് ഇപ്പോൾ 4:30 മണിക്കാണ് അദ്ദേഹം എന്തായാലും ഇവിടെ നിന്ന് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് വെള്ളയമ്പലത്തേക്ക് തിരിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ വെള്ളയമ്പലത്തെ ബിഷപ്പ് ഹൗസിൽ അദ്ദേഹം എത്തും. മഹേഷ്, സുപ്രധാനമായിട്ടുള്ള നീക്കമാണ്. മുഖ്യമന്ത്രി ചുമതലയേറ്റ ആദ്യ ദിവസം തന്നെ അദ്ദേഹം അതൃപ്തിയുള്ള ഇടങ്ങളിൽ അദ്ദേഹം നേരിട്ട് ചെല്ലുന്നു, കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട നീക്കമായി തന്നെ കാണണം. പ്രത്യേകിച്ച് മന്ത്രിസഭ രൂപീകരണ വേളയിൽ ലത്തീൻ സഭയിലെ സമുദായത്തിൽ നിന്ന് ആരുമില്ല എന്നുള്ളൊരു വിമർശനം, എം വിൻസെന്റിനെ മന്ത്രിയാക്കണം എന്നുള്ള ആവശ്യം പല കോണിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. അത് ലത്തീൻ സഭ എന്നുള്ള അതിനപ്പുറത്തേക്ക് വിഴിഞ്ഞം പോലെയുള്ള വളരെ സുപ്രധാനമായ ഭൂപ്രദേശം നിൽക്കുന്ന നിയമസഭാ മണ്ഡലത്തിലെ പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ എം വിൻസെന്റിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് എത്തിയില്ല. സാമുദായിക സമവാക്യങ്ങളും പുതുമുഖങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ എം വിൻസെന്റിനെ ഉൾപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ സഫാൻ ചേരുകയാണ് വെള്ളയമ്പലത്തെ ബിഷപ്പ് ഹൗസിൽ നിന്ന്. സഫാൻ, മുഖ്യമന്ത്രി അവിടെ എത്തിയോ? മഹേഷ്, മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം ഇദ്ദേഹം ബിഷപ്പ് ഹൗസിലെത്തും. ലത്തീൻ സഭ ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങടക്കം ബഹിഷ്കരിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയെ നേരിൽ കാണാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തുന്നത്. അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നടന്ന സത്യപ്രതിജ്ഞ അടക്കം ഈ ലത്തീൻ സഭ ബഹിഷ്കരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിന്റെ ശേഷം തന്നെ ആദ്യ പ്രയോറിറ്റിയിലേക്ക് ഈ വിഷയം വെക്കുകയാണ്. ലത്തീൻ സഭ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിക്കുന്നത് UDFന് പരസ്യമായ പിന്തുണ ലഭിച്ച സാഹചര്യത്തിലും മന്ത്രിസഭയിൽ തങ്ങൾക്കൊരു പ്രാതിനിധ്യം നൽകിയില്ല എന്നുള്ളൊരു ആരോപണമാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അവർ ഇന്ന് ഈ സത്യപ്രതിജ്ഞ അടക്കം ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കോവളം MLA ആയ എം വിൻസെന്റിനെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണമെന്നാണ് ലത്തീൻ സഭയുടെ പ്രധാനപ്പെട്ട ആവശ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ CM ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹങ്ങൾ ബിഷപ്പ് ഹൗസിലേക്ക്, തോമസ് ജെ നെറ്റോയെ കാണാൻ ബിഷപ്പ് ഹൗസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കടുത്ത അതൃപ്തിയുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം എന്നതും പ്രധാനമാണ്. ഇന്നത്തെ സത്യപ്രതിജ്ഞ അടക്കം ലത്തീൻ സഭ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി UDFന് പൂർണ്ണ പിന്തുണ നൽകിയ ഒരു സഭയാണ് ലത്തീൻ സഭ. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു അവർ ഈ ലത്തീൻ സഭയുടെ
സഭയുടെ ഒരു പ്രതിനിധിയെ മന്ത്രിസഭയിൽ പരിഗണിക്കണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നത്. അത് കോവളത്തിൽ നിന്നുള്ള 3ാം തവണയും വിജയിച്ചു വന്ന എം വിൻസെന്റ് MLA പരിഗണിക്കണമെന്നായിരുന്നു ഈ ലത്തീൻ സഭ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അവസാന ലിസ്റ്റ് വന്നപ്പോൾ 21 അംഗ മന്ത്രിസഭയുടെ അവസാന ലിസ്റ്റ് വന്നപ്പോൾ എൻ വിൻസെന്റിന് പ്രാദേശിക ഈ പ്രാതിനിധ്യത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വിൻസെന്റിന്റെ പേര് ഉൾപ്പെടുത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ ലത്തീൻ സഭയുടെ യൂജിൻ പെരേര അടക്കമുള്ള ആളുകൾ പരസ്യമായി ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങൾക്ക് നൽകേണ്ട പ്രാതിനിധ്യത്തിൽ കുറവ് വന്ന ഒരു സാഹചര്യത്തിൽ പരസ്യ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് 10 മണിക്ക് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കാൻ ലത്തീൻ സഭ തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തുകയും ചെയ്തിരുന്നില്ല. ഇതിന്റെ ഭാഗമായിട്ട് ആണിപ്പോൾ ചുമതല ഏറ്റെടുത്ത ഉടനെ തന്നെ VD സതീശൻ ലത്തീൻ സഭ ആർച്ച് ബിഷപ്പിനെ കാണാൻ ഇപ്പോൾ തിരുവനന്തപുരം വെള്ളയമ്പലം ബിഷപ്പ് ഹൗസിൽ എത്തിയിരിക്കുന്നത്. മഹേഷ്.